ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റിംഗ് ഫോർ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ജോണേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന യൂണിറ്റാണ്. Genres. The word genre in academic writing refers to the format, structure or category of writing. അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന കാറ്റഗറീസ് ഓഫ് റൈറ്റിങ്ങിനെയാണ് ജോണേഴ്സ് എന്ന് പറയുന്നത്. അക്കാഡമിക് റൈറ്റിങ്ങിൽ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് റൈറ്റിംഗ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് എസ്സേ, കേസ് സ്റ്റഡി, റിസർച്ച് റിപ്പോർട്ട്, ഡിസർട്ടേഷൻ, ലിറ്ററേച്ചർ റിവ്യൂ, മെത്തഡോളജി റീകൗണ്ട്, പ്രൊപ്പോസൽ, ക്രിട്ടിക്കൽ അനാലിസിസ്, ക്രിട്ടിക്, book review, dissertation, thesis, lab report. The genre of an academic writing work will depend on the nature of the assignment. നിങ്ങൾക്ക് തന്നിരിക്കുന്ന അസൈൻമെൻറ്റിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഏത് ജോണറിൽ എഴുതേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഡിസ്കസ് എ ടോപ്പിക് ഓർ ഡെവലപ്പ് ആൻ ആർഗ്യുമെൻറ്റ്. ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനോ ആണോ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് എസ്സേ ജോണറിലാണ്. പ്രസൻറ്റ് ടാബുലേറ്റഡ് ഡാറ്റ ആൻഡ് സമ്മറി. നിങ്ങൾ ടേബിൾസ് വെച്ച് ഡാറ്റ അനലൈസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ റിപ്പോർട്ടാണ് എഴുതേണ്ടത്. നരേറ്റ് ഇവൻറ്റ്സ് ആൻഡ് എക്സ്പീരിയൻസസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചിട്ടോ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടോ നരേറ്റ് ചെയ്യാനാണെങ്കിൽ കേസ് സ്റ്റഡിയാണ് എഴുതേണ്ടത്. എക്സ്റ്റെൻസീവ് റിപ്പോർട്ട്സ് ഓഫ് റിസർച്ച് വർക്ക്. നിങ്ങൾ ചെയ്ത ഒരു റിസർച്ച് വർക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് എഴുതേണ്ടതെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഡിസർട്ടേഷൻ ഓർ തെസിസ് ആണ്. Essays aims at presenting a critical or evaluative perspective on a topic with supporting details or evidences. എസ്സേസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ഇവാലുവേറ്റീവോ ക്രിട്ടിക്കലോ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ചെയ്യുന്നത്. അങ്ങനെ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ വിത്ത് എവിഡൻസ് വേണം ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു മലയാളം ഫിലിം ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് ഒരു എസ്സേ എഴുതുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിട്ടിക്കൽ ഓർ ഇവാലുവേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും നമ്മൾ ഈക്വലായിട്ട് ഡിസ്കസ് ചെയ്യണം. അങ്ങനെ മലയാളം ഫിലിം ഇൻഡസ്ട്രീനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും പറയുമ്പോൾ എനിക്ക് ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് പറയാനുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ പറയുകയാണ് മലയാളത്തിൽ ഇപ്പോഴത്തെ ഫിലിംസ് വളരെ നല്ലതാണ്. അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ് പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസുകൾ കൂടെ കൊടുക്കണം. എസ്സേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചുള്ള ക്രിട്ടിക്കൽ ഓർ ഇവാലുവേറ്റീവ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ്. ആ എക്സ്പ്ലനേഷൻ വിത്ത് എവിഡൻസ് വേണം കൊടുക്കാൻ. Instructional words. The instructional words or question words are crucial in determining the type of essay to be produced. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലാസ്റ്റായിട്ട് നിങ്ങൾ കുറേ എസ്സേ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സ് തരുമ്പോൾ നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് തരാറുണ്ട്. ആ എസ്സേ ക്വസ്റ്റ്യൻ്റെ ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ വേർഡിനെ പറയുന്ന പേരാണ് ഇൻസ്ട്രക്ഷണൽ വേർഡ്സ്. Understanding the meaning of the instructional word is essential in writing the right type of essays. ഇൻസ്ട്രക്ഷണൽ വേർഡിൻ്റെ മീനിങ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഏത് രീതിയിലുള്ള എസ്സേ ആണ് എഴുതേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇൻസ്ട്രക്ഷണൽ വേർഡ്സിനുള്ള എക്സാമ്പിളാണ് അനലൈസ്, അസസ്, കമ്പയർ, കോൺട്രാസ്റ്റ്, ക്രിട്ടിക്കലി അനലൈസ്, ഡിഫൈൻ, ഡിസ്ക്രൈബ്, ഡിസ്കസ്, ഡിസ്റ്റിങ്വിഷ് തുടങ്ങിയവ. ഫോർ എക്സാമ്പിൾ, കമ്പയർ എന്നാണ് നമ്മുടെ ഇൻസ്ട്രക്ഷണൽ വേർഡെങ്കിൽ രണ്ട് ഐഡിയാസിനെ കമ്പയർ ചെയ്യുകയായിരിക്കും ചെയ്യേണ്ടത്. എക്സ്പ്ലെയിൻ എന്നാണെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഏത് രീതിയിലുള്ള എസ്സേ ആണ് എഴുതേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇൻസ്ട്രക്ഷണൽ വേർഡ്സ് ആണ്. Your response to an essay question is your opinion or argument. Therefore, you need to clarify the reasons for holding an opinion or argument by citing supporting ideas, explanations and evidences. ഒരു എസ്സേ ക്വസ്റ്റ്യന് നിങ്ങൾ കൊടുക്കുന്ന ആൻസർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആർഗ്യുമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒപ്പീനിയൻ ചൂസ് ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ആർഗ്യുമെൻറ്റ് ചൂസ് ചെയ്തു എന്നുള്ള എല്ലാ റീസൺസ് കൂടി നിങ്ങൾ ആ എസ്സേയിൽ ക്ലാരിഫൈ ചെയ്യണം. അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ ആർഗ്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഐഡിയാസും എക്സ്പ്ലനേഷൻസും എവിഡൻസുകളും കൊടുത്തിരിക്കണം. An essay usually comprises of 3 types of paragraph. ഒരു എസ്സേയിൽ 3 തരം പാരഗ്രാഫ്സ് ആണുള്ളത്. 1. Introductory paragraph presents the thesis or main point of the essay. ഒന്ന് ഇൻട്രൊഡക്ടറി പാരഗ്രാഫാണ്.
അത് തെസിസ് എന്ന് പറഞ്ഞാൽ അതിലെ മെയിൻ ഐഡിയ എന്നാണ് പറയുന്നത്. ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ ആ എസ്സേയുടെ മെയിൻ ഐഡിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബോഡി പാരഗ്രാഫ്സ് ഡെവലപ്പ് ദ തെസിസ് ത്രൂ സബ് ടോപ്പിക്സ് ആൻഡ് എവിഡൻസ്. ബോഡി പാരഗ്രാഫ്സിൽ ആ മെയിൻ ഐഡിയനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, മെയിൻ ഐഡിയയെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് വിത്ത് സബ് ടോപ്പിക് ആൻഡ് എവിഡൻസ്. തേർഡ്, കൺക്ലൂഷൻ റീഫ്രേസ് ദ മെയിൻ പോയിൻറ്റ്സ് ആൻഡ് ഗീവ് സം കൺക്ലൂഡിങ് റിമാർക്സ്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള മെയിൻ പോയിൻറ്റ്സ് ഒന്നുകൂടെ പറയുകയും പിന്നീട് കൺക്ലൂഷനായിട്ട് എന്തെങ്കിലും ഒരു കൺക്ലൂഡിങ് റിമാർക്ക് കൊടുക്കുകയാണ് കൺക്ലൂഷനിൽ ചെയ്യുക. അക്കാഡമിക് എസ്സേസ് മോസ്റ്റ്ലി ഫോളോ എ ലീനിയർ സ്ട്രക്ചർ. അക്കാഡമിക് എസ്സേസ് കൂടുതലായിട്ട് ലീനിയർ സ്ട്രക്ചറിലാണ് എഴുതാറുള്ളത്. ദ റൈറ്റർ മൂവ്സ് ഫ്രം വൺ പോയിൻറ്റ് ടു ദ നെക്സ്റ്റ് ഇൻ എ സീക്വൻസ്. ലീനിയർ സ്ട്രക്ചറിൽ എഴുതുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് സീക്വൻഷ്യലായിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുക. ആദ്യം ഒരു പോയിന്റ് എഴുതും, പിന്നീട് അടുത്ത പോയിന്റ്, പിന്നീട് അടുത്ത പോയിന്റ്, അങ്ങനെ ഒന്നിൽ നിന്ന് അടുത്തേക്ക് എന്നുള്ള രീതിയിലാണ് എഴുതുന്നതിനെയാണ് ലീനിയർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഐഡിയാസ് ആർ ഗ്രൂപ്പ് ടുഗെദർ ഇൻ ദ ഓർഡർ ഓഫ് ദെയർ ഇമ്പോർട്ടൻസ് ഓർ ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. ഒരു എസ്സേയിൽ ലീനിയർ സ്ട്രക്ചറിൽ എഴുതുന്ന ഒരു എസ്സേയിൽ ഐഡിയാസ് എല്ലാം അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയനെ കുറിച്ചിട്ട് ആദ്യം ഡിസ്കസ് ചെയ്യും, പിന്നീട് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, പിന്നീട് അടുത്തത്, അങ്ങനെ ആയിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുക. അതല്ലെങ്കിൽ ക്രോണോളജിക്കൽ സീക്വൻസിലായിരിക്കും. അതായത് ആദ്യം നടന്നത് ഏതാണോ ആ സംഭവം ആദ്യം ഡിസ്കസ് ചെയ്യും, പിന്നീട് രണ്ടാമത് നടന്ന സംഭവം, അങ്ങനെ പോയിൻറ്റ്സിനെ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ലീനിയർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അക്കാഡമിക് എസ്സേസിൽ കൂടുതലും ലീനിയർ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. 5 പാരഗ്രാഫ് എസ്സേ, സിംപ്ലസ്റ്റ് ഫോം ഓഫ് എസ്സേ ആണ് 5 പാരഗ്രാഫ് എസ്സേ. അതിൽ ഒരു ഇൻട്രൊഡക്ഷനും 3 ബോഡി പാരഗ്രാഫ്സും ഒരു കൺക്ലൂഷനുമാണ് ഉണ്ടായിരിക്കുക. തന്നിട്ടുള്ള ഐഡിയനെ 3 മെയിൻ പോയിൻറ്റ്സ് ആയി തിരിച്ച് ആ 3 മെയിൻ പോയിൻറ്റ്സും 3 ബോഡി പാരഗ്രാഫ്സിലാക്കുകയാണ് ചെയ്യുന്നത്. 5 പാരഗ്രാഫ് എസ്സേ ആണ് ബിഗിനേഴ്സിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. എസ്സേ എഴുതുന്ന തുടക്കക്കാരെയൊക്കെ 5 പാരഗ്രാഫുള്ള എസ്സേ ആണ് എഴുതുന്നത്. റിസർച്ച് പേപ്പർ. റിസർച്ച് പേപ്പർ ഇറ്റ് ഈസ് യൂഷ്വലി ലോങ്ങർ ദാൻ എൻ എസ്സേ. റിസർച്ച് പേപ്പർ ഒരു എസ്സേക്കാളും ലെങ്തി ആയിട്ടുള്ള ഒന്നാണ്. provides detailed information on a topic through different sections like literature review, methodology, discussion and conclusion. റിസർച്ച് പേപ്പർ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു റിസർച്ച് പേപ്പറിൽ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. ലിറ്ററേച്ചർ റിവ്യൂ, മെത്തഡോളജി, ഡിസ്കഷൻ, കൺക്ലൂഷൻ തുടങ്ങിയവയാണത്. Depending on the broad area, the structure and writing style varies. റിസർച്ച് പേപ്പറിൻ്റെ സ്ട്രക്ചറും റൈറ്റിംഗ് സ്റ്റൈലും, റിസർച്ച് പേപ്പർ പല സ്ട്രക്ചറിലും പല രീതിയിലും എഴുതാം നമുക്ക്. അത് ഏത് സബ്ജക്റ്റിലാണോ നമ്മൾ റിസർച്ച് പേപ്പർ എഴുതുന്നത് അതനുസരിച്ച് അതിൻ്റെ സ്ട്രക്ചറും സ്റ്റൈലും മാറിക്കൊണ്ടിരിക്കും. ഹ്യൂമാനിറ്റീസിലാണെങ്കിൽ എഴുതുന്ന റിസർച്ച് പേപ്പറിൻ്റെ സ്റ്റൈൽ വേറെ ആയിരിക്കും, സയൻസിൽ എഴുതുന്ന റിസർച്ച് പേപ്പറിൻ്റെ സ്റ്റൈലും സ്ട്രക്ചറും വേറെ ആയിരിക്കും. Research papers are written strictly following certain styles of presenting sources and evidence to support the arguments or findings of the paper. റിസർച്ച് പേപ്പർ എഴുതുവാനായിട്ട് നമ്മൾ ഇൻഫർമേഷൻസ് പല സോഴ്സുകളിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റിസർച്ച് പേപ്പർ എഴുതുമ്പോൾ ഈ സോഴ്സുകൾ എവിടെ നിന്നൊക്കെയാണ് ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്തെന്നുള്ള സോഴ്സുകൾ നമ്മൾ ആ റിസർച്ച് പേപ്പറിൽ മെൻഷൻ ചെയ്യണം. അതുപോലെ നമ്മൾ റിസർച്ച് പേപ്പറിൽ ഒരു ആർഗ്യുമെൻറ്റ് നമ്മൾ മുന്നോട്ട് വയ്ക്കും. നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടും ഒപ്പോസ് ചെയ്തിട്ടൊക്കെ ആയിട്ട് കുറേ ആർഗ്യുമെൻറ്റ്സ് നമ്മൾ മുന്നോട്ട് വയ്ക്കും. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസുകൾ നമ്മൾ ആ റിസർച്ച് പേപ്പറിനകത്ത് കൊടുക്കണം. അപ്പോൾ ആ ആർഗ്യുമെൻറ്റ്സിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് കൊടുക്കുന്നതിനും അതുപോലെ നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത സോഴ്സസ് ആ റിസർച്ച് പേപ്പറിൽ കാണിക്കുന്നതിനായിട്ട് കുറച്ച് സ്റ്റൈൽസ് ഉണ്ട്. ഒരു പെർട്ടിക്കുലർ സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിൽ മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ. അതിന് എക്സാമ്പിളാണ് നമ്മൾ മറ്റൊരാൾ പറഞ്ഞൊരു കാര്യം ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്ത് നമ്മുടെ റിസർച്ച് പേപ്പറിൽ പറയുകയാണെങ്കിൽ ആ കാര്യം നമ്മൾ കൊട്ടേഷൻ മാർക്കിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കണം. അത് ഇതിനൊരു എക്സാമ്പിളാണ്. പ്രൊപ്പോസൽസ്. To explain objectives,
purpose, methodology and detailed plan of a project you are wishing to undertake. നിങ്ങൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സും പർപ്പസ്, മെത്തഡോളജി, ഡീറ്റെയിൽ പ്ലാൻ എന്നിവയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എഴുതുന്ന ഒന്നാണ് പ്രപ്പോസൽ. മെയിൻ പർപ്പസ് ടു ഡെമോൺസ്ട്രേറ്റ് യുവർ എബിലിറ്റി ടു പ്ലാൻ ഫോർ എ ഫ്യൂച്ചർ ആക്ഷൻ. പ്രപ്പോസൽ എഴുതുന്നത് വഴി ഒരു ഫ്യൂച്ചർ ആക്ഷൻ പ്ലാൻ ചെയ്യാനുള്ള നിങ്ങളുടെ എബിലിറ്റിയാണ് അതിലൂടെ കാണിക്കുന്നത്. പെർസ്വേഷൻ ഈസ് വൺ ഓഫ് ദ ക്രൂഷ്യൽ എലമെൻറ്റ്സ് ഓഫ് പ്രപ്പോസൽ. പ്രപ്പോസലിലെ ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റാണ് പെർസ്വേഷൻ. പ്രപ്പോസൽസിൽ ഉണ്ടാവേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് പെർസ്വേഷൻ. പെർസ്വേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുക. ത്രൂ യുവർ റൈറ്റിംഗ് യു നീഡ് ടു കൺവിൻസ് ദ പേഴ്സൺ കൺസേൺ ടു ആക്സെപ്റ്റ് യുവർ പ്ലാൻ ഓഫ് ആക്ഷൻ. നിങ്ങളുടെ എഴുത്തനുസരിച്ച് നിങ്ങൾ ആർക്കാണോ പ്രപ്പോസൽ കൊടുക്കുന്നത് അയാൾ നിങ്ങളുടെ പ്ലാന് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യുകയാണ് നിങ്ങളിതുവഴി ചെയ്യേണ്ടത്. നിങ്ങൾ ഈ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുന്നത് ആർക്കാണോ അവരെയാണ് നിങ്ങളുടെ പ്ലാൻ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കൺവിൻസ് ചെയ്യിക്കുന്നത് ഒന്നായിരിക്കണം നിങ്ങളുടെ പ്രപ്പോസൽ. കേസ് സ്റ്റഡി. Case study, an approach to writing and a method of study. It's a kind of writing. അതുപോലെ തന്നെ ഒരു കാര്യം പഠിക്കുന്നതിനുള്ള ഒരു മെത്തേഡും കൂടിയാണ് കേസ് സ്റ്റഡി. വൈഡ്ലി യൂസ്ഡ് ഇൻ സോഷ്യൽ സയൻസസ് ആൻഡ് മെഡിസിൻ. മെഡിസിനിലും സോഷ്യൽ സയൻസിലുമാണ് കേസ് സ്റ്റഡി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. മെയിൻ സ്കിൽസ് ഇൻവോൾവ് ഇൻ കേസ് സ്റ്റഡി ആർ പ്രോബ്ലം സോൾവിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് റൈറ്റിംഗ്. കേസ് സ്റ്റഡി എഴുതുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള സ്കിൽസാണ് പ്രോബ്ലം സോൾവിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് റൈറ്റിംഗ്. യൂസസ് ദ മെത്തേഡ് ഓഫ് അനലൈസിങ് സാമ്പിൾ കേസസ്. കേസ് സ്റ്റഡിയിൽ സാമ്പിൾ കേസസ് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സാമ്പിൾ കേസസ് ഒന്നെങ്കിൽ റിയൽ കേസസ് ആവാം അല്ലെങ്കിൽ ഇമാജിനറി കേസസ് ആവാം. മെഡിസിനിലാണ് റിയൽ കേസസ് ചെയ്യുന്നത്, സോഷ്യൽ സയൻസിൽ ഇമാജിനറി കേസസും. ടു ഡെമോൺസ്ട്രേറ്റ് ഹൗ ദേ ആർ ഹാൻഡിൽഡ് ഓർ റിസോൾവ്. എങ്ങനെ ആണ് ആ കേസസ്, ഇതിനു മുൻപ് അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ളത് കാണിക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മെഡിസിൻ ഫീൽഡിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ കൊറോണ വരുന്നതിന് മുൻപ് നിപ്പ വന്നു. അപ്പോൾ ഈ കൊറോണ വന്ന സമയത്ത് നിപ്പയുടെ ആ ഒരു കേസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. അങ്ങനെ മുൻപ് നടന്ന ഒരു കാര്യത്തെ ഒരു കേസ് എടുത്ത് അത് എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്നുള്ള വഴി പുതിയൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ഇതുവഴി ചെയ്യുന്നത്. മോസ്റ്റ് ഓഫൺ കേസ് സ്റ്റഡി അസൈൻമെൻറ്റ്സ് ആസ്ക് യു ടു സോൾവ് എ പ്രോബ്ലം. കേസ് സ്റ്റഡി ഇപ്പോൾ ഒരു അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തരികയാണെങ്കിൽ, ഒരു കേസ് സ്റ്റഡി എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ അസൈൻമെൻ്റ് എങ്കിൽ, അതുവഴി നിങ്ങളോടൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. The word case in case study refers to an individual situation or problem. കേസ് സ്റ്റഡിയിലെ കേസ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു സിറ്റുവേഷൻ, ഒരു പ്രോബ്ലം എന്നുള്ളതാണ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രോബ്ലം ആവാം, അതല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോബ്ലം ആവാം. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ കേസ് സ്റ്റഡി ആർ. കേസ് സ്റ്റഡി എഴുതുമ്പോഴുള്ള ചില സ്റ്റെപ്സാണ്. ഫസ്റ്റ്, ഡിസ്ക്രൈബ് ദ സിറ്റുവേഷൻ. കേസ് സ്റ്റഡി എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ തന്നിട്ടുള്ള സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സെക്കൻഡ്, ഐഡൻറ്റിഫൈയിങ് ദ ഇഷ്യൂസ് ടു ബി റിസോൾവ്ഡ്. രണ്ടാമതായിട്ട് ആ സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. തേർഡ്, അനലൈസിങ് ദ കേസ് യൂസിങ് തിയറീസ് ആൻഡ് അപ്രോച്ചസ് റിലവൻറ്റ് ടു ദ ഡിസിപ്ലിൻ. പിന്നീട് ആ ഇഷ്യൂസിനെ, ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഇഷ്യൂസിനെ നിങ്ങളുടെ ഡിസിപ്ലിൻ, നിങ്ങളുടെ സബ്ജക്റ്റിലെ തിയറീസ് യൂസ് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യണം. ഓരോ സബ്ജക്റ്റിനും ഓരോ തിയറീസ് ഉണ്ടായിരിക്കും. ലിറ്ററേച്ചറിൽ കുറേ തിയറീസും അപ്രോച്ചസും ഉണ്ടായിരിക്കും. അതുപോലെ കൊമേഴ്സിന് അതിൻ്റേതായിട്ടുള്ളതുണ്ടായിരിക്കും. സയൻസ് സബ്ജക്റ്റുകൾക്ക് അതിൻ്റേതായിട്ടുള്ള തിയറീസും അപ്രോച്ചസും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡിസിപ്ലിനിലെ അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റിലെ തിയറീസും അപ്രോച്ചസും യൂസ് ചെയ്തിട്ട് തന്നിട്ടുള്ള ഇഷ്യൂവിനെ അനലൈസ് ചെയ്യുക. Fourth one, giving recommendations or suggesting a series of steps to solve the problem in the best possible way. തന്നിട്ടുള്ള ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് തന്നിട്ടുള്ള പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് സജസ്റ്റ് ചെയ്യാം. സോൾവ് ചെയ്യാനായിട്ട് ഉള്ള സജഷൻസ് സജസ്റ്റ് ചെയ്യുകയാണ് ലാസ്റ്റ് ചെയ്യേണ്ടത്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. Your academic writing assignment can be considered as your entry into an ongoing conversation on your topic.
നിങ്ങളുടെ അക്കാഡമിക് റൈറ്റിംഗ് അസൈൻമെൻറ്റ് എന്നുള്ളത് ഒരു ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോൺവെർസേഷനിലേക്കുള്ള നിങ്ങളുടെ എൻട്രിയാണ്. ബിക്കോസ് നിങ്ങൾ ഈ എഴുതാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇതിന് മുൻപ് എഴുതിയിട്ടുണ്ട്, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള നിങ്ങളുടെ ആ എഴുത്തിലേക്കുള്ള ഒരു കോൺവെർസേഷനിലേക്കുള്ള ഒരു എൻട്രിയാണ് നിങ്ങളുടെ ഈ ഒരു അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ. ടു അണ്ടർസ്റ്റാൻഡ് ഹൗ അതർ സ്റ്റുഡൻസ് ആൻഡ് സ്കോളേഴ്സ് അപ്രോച്ച് യുവർ ടോപ്പിക് യു നീഡ് ടു റീഡ് അതേഴ്സ് വ്യൂസ് ഓൺ യുവർ ടോപ്പിക്. എങ്ങനെയാണ് നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ട് മറ്റ് സ്റ്റുഡൻസും മറ്റ് സ്കോളേഴ്സും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അറിയാനായിട്ട് അവർ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വായിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. The word literature in review of literature refers to previous written works on a particular area of study or topic. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നതിൽ ലിറ്ററേച്ചറിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടോപ്പിക്കിനെ കുറിച്ചിട്ട് മുൻപ് എഴുതിയിട്ടുള്ള എല്ലാ വർക്ക്സിനെയും കൂടെ പറയുന്നതാണ് ലിറ്ററേച്ചർ. ഇറ്റ് ഹെൽപ്സ് യു ടു മേക്ക് യുവർ വർക്ക് ഡിസ്റ്റിങ്ക്റ്റീവ്. നിങ്ങളുടെ ടോപ്പിക്കിനെ കുറിച്ച് മറ്റുള്ളവർ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വായിക്കുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആക്കാൻ പറ്റും, മറ്റുള്ളവരിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമാക്കാനായിട്ട് സഹായിക്കും. Dissertation or thesis. Dissertation or thesis. The words dissertation and thesis are often used interchangeably to refer to the mandatory final projects in certain academic programs. മിക്ക അക്കാഡമിക് പ്രോഗ്രാംസിൻ്റെ അവസാനമായിട്ട് നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ടൊരു ഫൈനൽ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഡെസർട്ടേഷൻ അല്ലെങ്കിൽ തെസിസ്. ദ നെയിംസ് ആർ യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേസ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. തെസിസ്ന്നും ഡെസർട്ടേഷനും ഡിഫറെൻറ്റ് പ്ലേസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ നോക്കാം. US തെസിസ് എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ, അതായത് PGയുടെ ലാസ്റ്റ് ചെയ്യുന്ന ഫൈനൽ പ്രൊജക്റ്റിനെയാണ് US തെസിസ് എന്ന് പറയുന്നത്. അതുപോലെ ഡോക്ടറൽ ഡിഗ്രിയുടെ PhDയുടെ ലാസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഡെസർട്ടേഷൻ എന്ന് US പറയുന്നത്. പക്ഷേ UK തെസിസ് എന്ന് പറഞ്ഞാൽ PhDയുടെ ലാസ്റ്റ് ചെയ്യുന്ന ഫൈനൽ പ്രൊജക്റ്റാണ്. ഡെസർട്ടേഷൻ എന്ന് പറഞ്ഞാൽ PGയുടെ ലാസ്റ്റ് ചെയ്യുന്ന ഫൈനൽ പ്രൊജക്റ്റാണ്. ഇന്ത്യയിലും അതുപോലെ തന്നെയാണ്. തെസിസ് എന്ന് പറഞ്ഞാൽ PhDയുടെ ലാസ്റ്റ് ചെയ്യുന്ന ഫൈനൽ പ്രൊജക്റ്റിനെയാണ് തെസിസ് എന്ന് പറയുന്നത്. അതുപോലെ മാസ്റ്റേഴ്സിൻ്റെ PGയുടെ ലാസ്റ്റ് ചെയ്യുന്ന ഫൈനൽ പ്രൊജക്റ്റിനെയാണ് ഡെസർട്ടേഷൻ എന്ന് ഇന്ത്യയിൽ പറയുന്നത്. The structure followed in dissertation and thesis is similar. ഡെസർട്ടേഷനും തെസിസും എഴുതുവാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സിമിലർ ആണ്. എ ഡോക്ടറൽ thesis or dissertation is lengthier compared to master's project. ഡോക്ടറൽ ഡിഗ്രിയുടെ ലാസ്റ്റ് ചെയ്യുന്ന ഫൈനൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് മാസ്റ്റേഴ്സിലെ ഫൈനൽ പ്രൊജക്റ്റിനേക്കാളും കുറച്ചുകൂടെ ലെങ്തിയർ ആയിരിക്കും. അപ്രോച്ചസ് ടു റൈറ്റിംഗ്. അപ്രോച്ചസ് ടു റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടോപ്പിക്ക് തന്നാൽ നമുക്കതിനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാം. അതായത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആ ടോപ്പിക്കിനെ എഴുതാൻ പറ്റും. അതിന് എക്സാമ്പിൾസാണ്. ഫസ്റ്റ് വൺ എക്സ്പോസിറ്ററി. എക്സ്പോസിറ്ററിയിൽ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ടു എക്സ്പ്ലെയിൻ, ടു ഇൻഫോം, ഡിഫൈൻ, ഡിസ്ക്രൈബ്. ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും അതുപോലെ ഡിസ്ക്രൈബ് ചെയ്യാനും ഇൻഫോം ചെയ്തിട്ടും അതുപോലെ ഡിഫൈൻ ചെയ്തിട്ടൊക്കെ എഴുതുന്ന ഒന്നാണ് എക്സ്പോസിറ്ററി. അതിൽ കൂടുതലും ഫാക്ട്സിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിലൊരു ലോജിക്കൽ ഓർഡർ നമ്മൾ ഫോളോ ചെയ്യണം. അതുപോലെ എക്സ്പോസിറ്ററി സ്റ്റൈൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കുകളിലും അതുപോലെ ബിസിനസ് സയൻറ്റിഫിക് റൈറ്റിങ്സിലുമാണ്. സെക്കൻഡ്, ഡിസ്ക്രിപ്റ്റീവ്. യൂസ് ഓഫ് വിഷ്വൽ വേർഡ്സ്, ഫിഗറേറ്റീവ് ഓർ പോയറ്റിക് ലാംഗ്വേജ്. ഡിസ്ക്രിപ്റ്റീവിൽ നമ്മൾ കൂടുതലും വിഷ്വൽ വേർഡ്സ് യൂസ് ചെയ്യും. അതായത് നമുക്ക് വായിക്കുമ്പോൾ കാണുന്ന പോലെ തോന്നും. അതുപോലെ ഫിഗറേറ്റീവും പോയറ്റിക്കും ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യും. പെർസ്യൂസീവ്. മൂന്നാമത്തെ അപ്രോച്ചാണ് പെർസ്യൂസീവ്. എയിംസ് അറ്റ് കൺവിൻസിങ് റീഡേഴ്സ് ടു ആക്സെപ്റ്റ് ദ റൈറ്റേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. പെർസ്യൂസീവിൽ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ വായിക്കുന്ന ആൾ നമ്മൾ എഴുതുന്ന കാര്യം എഴുത്തുകാരൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതാൻ കഴിയണം. നമ്മൾ എന്ത് കാര്യമാണോ എഴുതുന്നത് അത് വായിക്കുന്ന ആൾക്ക് അത് വായിച്ച് അത് ശരിയാണ്, എഴുതിയത് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കണം പെർസ്യൂസീവിൽ നമ്മൾ എഴുതുന്നത്. ഫാക്ട്സ്, ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഫൈൻഡിങ്സ് ഇൻ എ ലോജിക്കൽ മാനർ. നമ്മൾ പെർസ്യൂസീവായിട്ട് എഴുതുമ്പോൾ ഫാക്ട്സും ആർഗ്യുമെൻറ്റ്സും ഫൈൻഡിങ്സും ഒരു ലോജിക്കൽ ഓർഡറിൽ കൊടുത്തിരിക്കും. യൂസ് ഓഫ് എവിഡൻസ് ടു സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആർഗ്യുമെൻറ്റ്സ്. നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ ആർഗ്യുമെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാനുള്ള
എവിഡൻസുകളും നമ്മൾ കൊടുത്തിരിക്കണം. ഫോർത്ത് വൺ, അനലിറ്റിക്കൽ. മേ കണ്ടെയ്ൻ എലമെൻറ്റ്സ് ഓഫ് എക്സ്പോസിഷൻ, പെർസ്വേഷൻ, ഡിസ്ക്രിപ്ഷൻ. അനലിറ്റിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് പല രീതിയിൽ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ എക്സ്പോസിഷൻ, പെർസ്വേഷൻ, ഡിസ്ക്രിപ്ഷൻ ഈ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഓർഗനൈസ് ഫാക്ട്സ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ് ഇൻ ടു കാറ്റഗറീസ്, ഗ്രൂപ്പ്സ്, പാർട്സ് ആൻഡ് ടൈപ്സ്. ഇവിടെ നമ്മൾ ഫാക്ട്സിനെയും ആർഗ്യുമെൻറ്റ്സിനെയും കാറ്റഗറീസായിട്ടും ഗ്രൂപ്പ്സായിട്ടോ പാർട്സായിട്ടൊക്കെ തരംതിരിക്കുന്നുണ്ട്. എക്സാമിൻസ് റിലേഷൻഷിപ്സ്. അങ്ങനെ തരംതിരിച്ച് നമ്മൾ അതിൻ്റെ റിലേഷൻഷിപ്സിനെ എക്സാമിൻ ചെയ്യും. പ്രൊവൈഡ് ഓൾട്ടർനേറ്റീവ് റെസ്പോൺസസ്. ഒന്നിൽ കൂടുതൽ റെസ്പോൺസസ്, സൊല്യൂഷൻസ് അതിൻ്റെ ലാസ്റ്റ് നമ്മൾ കൊണ്ടുവരും. കമ്പയേഴ്സ് ആൻഡ് കോൺട്രാസ്റ്റ്. നമ്മൾ കുറേ കാര്യങ്ങളെ അനലൈസ് ചെയ്യുമ്പോൾ അതിനെ പരസ്പരം കമ്പയർ ചെയ്യുകയും കോൺട്രാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഫിഫ്ത്ത് വൺ, ക്രിട്ടിക്കൽ ഓർ ഇവാലുവേറ്റീവ്. ടു ഇവാലുവേറ്റ് the merits or point out inadequacies. ക്രിട്ടിക്കൽ ഓർ ഇവാലുവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഒരേപോലെ നോക്കി കാണുന്നതിനെയാണ് ക്രിട്ടിക്കൽ ഓർ ഇവാലുവേറ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ മെറിറ്റ്സും നോക്കും, അതുപോലെ തന്നെ അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ, ഇനാഡിക്വസീസ് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്യുക. അതിന് എക്സാമ്പിളാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുകയും അതിൻ്റെ കൂടെ തന്നെ അതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബ്രിങ്സ് ഔട്ട് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഓഫ് എ വർക്ക്. ഒരു വർക്കിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സുകളും പുറത്തു കാണിക്കുകയാണ് ക്രിട്ടിക്കൽ ഓർ ഇവാലുവേറ്റീവ് വഴി ചെയ്യുന്നത്. എലമെൻറ്റ്സ് ഓഫ് പെർസ്യൂസീവ് റൈറ്റിംഗ്. അതിൽ പെർസ്യൂസീവ് എലമെൻറ്റും വരണം. കാരണം നമ്മുടെ ഈ ക്രിട്ടിക്കലായിട്ടുള്ള വർക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നത് എന്തിനെ കുറിച്ചിട്ടാണോ ആ വർക്ക് വായിക്കാനും അതുപോലെ നമ്മൾ പറയുന്ന കാര്യം ശരിയാണെന്ന് റീഡറിന് തോന്നുകയും ചെയ്യണം. മോർ ദാൻ വൺ പോയിൻ്റ് ഓഫ് വ്യൂ. അതിനകത്ത് നമുക്ക് ഈ ഒന്നിൽ കൂടുതൽ പോയിൻ്റ് ഓഫ് വ്യൂ കൊണ്ടുവരാം. നെക്സ്റ്റ് വൺ, നരേറ്റീവ് ഓർ റിഫ്ലെക്റ്റീവ്. പ്രസൻസ് എ സ്റ്റോറി, പേഴ്സണൽ എക്സ്പീരിയൻസ് ത്രൂ നരേഷൻ. നമുക്കൊരു സ്റ്റോറി പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുമ്പോഴാണ് നമ്മൾ കൂടുതലും നരേറ്റീവ് സ്റ്റൈൽ യൂസ് ചെയ്യുന്നത്. ഓഫൺ ഗീവ്സ് ലൈഫ് എക്സ്പീരിയൻസസ് ഓഫ് ദ റൈറ്റർ. അങ്ങനെ നരേറ്റീവിൽ കൂടുതൽ നമ്മൾ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെയാണ് ഷെയർ ചെയ്യുക. റിട്ടൺ ഇൻ ഫസ്റ്റ് പേഴ്സൺ. നരേറ്റീവ് കൂടുതലും ഫസ്റ്റ് പേഴ്സണിലാണ് എഴുതുന്നത്. അതായത് ഐ എന്നൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമ്മൾ ഐ എന്നൊക്കെ വെച്ചിട്ടല്ലേ പറയും. കൺക്ലൂഷൻ വിത്ത് എ പേഴ്സണൽ വ്യൂ. അത് അവസാനിക്കുന്നതും നമ്മുടെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഒപ്പീനിയൻ വെച്ചിട്ടായിരിക്കും. റെട്ടറിക്കൽ മോഡ്സ് ഇൻ റൈറ്റിംഗ്. ഇതുപോലെ തന്നെ നമുക്ക് പല രീതിയിലും എഴുതാൻ പറ്റും. അതിന് എക്സാമ്പിൾസാണ് നരേഷൻ ആകുമ്പോൾ നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ള ഇവൻറ്റ്സ് ഇങ്ങനെ 1, 2 എന്നുള്ള രീതിയിൽ ഒരു ഓർഡറിൽ പറയുകയാണ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷൻ, ടു ഡിസ്ക്രൈബ് ഓർ പോർട്രേ പീപ്പിൾ, പ്ലേസസ്. ഡിസ്ക്രിപ്ഷനിൽ ആളുകളെയോ പ്ലേസിനെയോ വിവരിച്ച് എഴുതുന്നതിനെയാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇല്യൂസ്ട്രേഷൻ ഓർ എക്സംപ്ലിഫിക്കേഷൻ. അതിൽ നമ്മൾ എക്സ്പ്ലെയിനിങ് വിത്ത് എക്സാമ്പിൾസ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് എക്സാമ്പിൾസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇല്യൂസ്ട്രേഷൻ ഓർ എക്സംപ്ലിഫിക്കേഷനിൽ ചെയ്യുന്നത്. ഡിവിഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. അതിൽ നമ്മൾ ഒരു കാര്യത്തിനെ കാറ്റഗറീസ് ആയിട്ട് വേർതിരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഡിവിഷൻ ആൻഡ് ക്ലാസിഫിക്കേഷനിൽ ചെയ്യുക. പ്രോസസ് അനാലിസിസ്, ടു എക്സ്പ്ലെയിൻസ് ഹൗ സംതിങ് വർക്ക്സ്. എങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരും. ആദ്യം ഇത് ചെയ്യുക, പിന്നീട് ഇത് ചെയ്യുക എന്നുള്ളത് ഒരു പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതിനെയാണ് പ്രോസസ്സ് അനാലിസിസിൽ നമ്മൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ റെസിപ്പീസ് പറയുന്നത്, അതുപോലെ ഇപ്പോൾ നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങി അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കൂടെ ഒരു ബുക്ക്ലെറ്റ് കാണും. അതിൽ പ്രോസസ്സ് അനാലിസിസ് ആണ് എങ്ങനെ ഇത് ഉപയോഗിക്കണം എന്നുള്ളത് കാണിക്കുന്നത്. അതാണ് പ്രോസസ്സ് അനാലിസിസ്. കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്. ഇതിൽ നമ്മൾ സിമിലാരിറ്റീസും ഡിഫറൻസുകളും എടുത്ത് വേർതിരിച്ച് കാണിക്കുകയാണ് ചെയ്യുക. കോസ് ആൻഡ് എഫക്റ്റ്, ടു എക്സ്പ്ലെയിൻ യൂസിങ് റീസൺസ് ആൻഡ് റിസൾട്ട്സ്. കോസ് ആൻഡ് എഫക്റ്റിൽ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു, റീസൺസും പറയണം, അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായതെന്നും പറയാം. അതാണ് കോസ് ആൻഡ് എഫക്റ്റ്. എന്തുകൊണ്ട് മഴ കുറയുന്നു, അപ്പോൾ അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ റിസൾട്ട്സ് വന്നതെന്ന് പറയും. ഡെഫിനിഷൻ, ടു എക്സ്പ്ലെയിൻ വാട്ട് യു മീൻ ബൈ സംതിങ്.
ജസ്റ്റ് എന്താണ് ഒരു കാര്യം എന്നുള്ളത്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഡെഫിനിഷനിൽ ചെയ്യുന്നത്. ആർഗ്യുമെൻറ്റേഷൻ ആൻഡ് പെർസ്വേഷൻ. ആർഗ്യുമെൻറ്റേഷനിലും പെർസ്വേഷനിലും ടു മേക്ക് ക്ലെയിംസ് ആൻഡ് സബ്സ്റ്റാൻഷിയേറ്റ് ദം കൺവിൻസിംഗ്ലി. നിങ്ങളൊരു ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ക്ലെയിം ചെയ്യും, ഒരു ആർഗ്യുമെൻറ്റ് ചെയ്യുകയാണ്, അതിൻ്റെ കൂടെ നിങ്ങളാണ് ആ ഒരു കാര്യം ആർഗ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എവിഡൻസും കൊടുക്കുക. അതാണ് ആർഗ്യുമെൻറ്റേഷൻ ആൻഡ് പെർസ്വേഷനിൽ ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.